ഹലോ പ്രിയപ്പെട്ടവരെ, സുഖമായിട്ടിരിക്കുന്നോ? വീഡിയോയുടെ ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ഒരു സ്വഭാവശീലം കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ചിന്ത കൊണ്ട് എങ്ങനെ കടം വരാം എന്നതിനെ കുറിച്ചാണ് കേട്ടോ ഇന്ന് പറയുവാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ കാണാൻ സമയമില്ലാത്തവര് അല്ലെങ്കിൽ ആദ്യം മുതൽ എന്റെ സംസാരം ഒന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ വീഡിയോയുടെ അവസാനം ഒരു 3 മിനിറ്റ് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് പൊതുവായിട്ട് നമുക്ക് കടം വരാനുള്ള കാരണങ്ങളെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാവുന്ന കാരണങ്ങളെ കുറിച്ചാണ്. എന്നാലും ഒരു വീഡിയോ നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനമൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഇടയ്ക്ക് പരസ്യമൊക്കെ കയറണമല്ലോ. അതിനൊരു 8 മുതൽ 10 മിനിറ്റ് വരെയുള്ള വീഡിയോ ആയിട്ടൊക്കെ ചെയ്യണം. പിന്നെ എന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ മൊബൈലിൽ നോക്കി ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് പോകുന്നതാ, അത് തനിയെ വരുന്നതാ. അതുപോലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വലിയ ബുദ്ധിമതിയാണ്, മറ്റുള്ളവരെല്ലാം വെറും മണ്ടന്മാരാണെന്നുള്ള ആ ഒരു ചിന്ത ഒഴിവാക്കാൻ. ഇതിപ്പം ഞാനിങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകണം എന്ന് കരുതിയാണ് കേട്ടോ ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. എനിക്കറിയാം എന്നെക്കാൾ ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവര്, ടീച്ചർമാര്, സാറുമാര്, പ്രൊഫസർമാര്, ഒരുപാട് അറിവുള്ളവരെല്ലാം, പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ അറിവുള്ളവരെല്ലാം ഇത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ പറയുമ്പോൾ ഞാനൊരു ടീച്ചറും കേൾക്കുന്ന നിങ്ങളെല്ലാവരും കുട്ടികളുമാണെന്നുള്ള ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞു പോകുന്നതാ. ഒരുപക്ഷെ ട്യൂഷനൊക്കെ എടുത്ത് ശീലം ഉള്ളത് കൊണ്ട് അങ്ങനെ ആയി പോകുന്നതായിരിക്കാം കേട്ടോ. അപ്പം എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനൊരു യൂട്യൂബ് ക്രിയേറ്റർ അല്ലേ. അപ്പം ഇതുപോലെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയാലാണല്ലോ എനിക്ക് എന്തെങ്കിലും മെച്ചമുള്ളൂ. അതിനൊരു 10 മിനിറ്റുള്ള വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ ലോങ് ആയി പോകുന്നത്. അപ്പൊ പൊതുവായിട്ട് കടം വരാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴമക്കാര് പറയും കള്ളുകുടി, പെണ്ണുപിടി, ചീട്ടുകളി എന്ന് പറയും. അതിന്റെ കൂടെ പണ്ട് അസുഖങ്ങളൊക്കെ കുറവായിരുന്നു. ഇപ്പൊ നമുക്ക് അസുഖങ്ങൾ എപ്പോ വേണമെങ്കിലും വരാം. നമ്മൾ കടബാധ്യതയുള്ളവരായിട്ട് മാറാം അല്ലെ. നമ്മുടെ കയ്യിൽ ഒരു എമർജൻസി ഫണ്ട് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കടം വരാം. കള്ളുകുടി കൊണ്ട് എങ്ങനെയാണ് കടം വരുന്നതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അവരതിന് അഡിക്റ്റ് ആവും. അവർക്ക് ആ സമയമാകുമ്പോൾ കുടിക്കണമെങ്കിൽ കടം വാങ്ങിച്ചാണെങ്കിലും അവര് കുടിക്കും. പെണ്ണുപിടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിഹിതം, അതായത് പൈസയൊക്കെ ചെലവാക്കി ദൂർത്തടിച്ച് ടൂറൊക്കെ പോയി ഒരുപാട് സമ്മാനങ്ങളൊക്കെ നമ്മൾ സ്നേഹിക്കുന്നവർക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് എന്താ പറയാ കടം വരും. ഒരു പറച്ചിലുണ്ട്, അവനവന്റെ കുടുംബം മാത്രം നോക്കുകയാണെങ്കിൽ കടം വരില്ല, വല്ലവന്റെയും കൂടെ കുടുംബം നോക്കുകയാണെങ്കിൽ കടം വരുമെന്ന് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒരു സ്ത്രീയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മറ്റു പുരുഷനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു അവിഹിത ബന്ധത്തിലൊക്കെ ആകുമ്പോൾ അവരുടെ വീട്ടിലുള്ള കാര്യങ്ങൾ, അവരുടെ സാമ്പത്തിക ആവശ്യങ്ങളും കൂടെ നമ്മൾ നിറവേറ്റി കൊടുക്കുമ്പോൾ കടം വന്നേക്കാം. അപ്പൊ അങ്ങനെ കടം വരും. പിന്നെ എന്താണ് ചീട്ടുകളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗ്യപരീക്ഷണം അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ലോട്ടറി എടുപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഭാഗ്യപരീക്ഷണം നടത്തി നമ്മൾ പൈസ കളഞ്ഞാലും നമുക്ക് കടം വരാം. പിന്നെ ഇതിന്റെ കൂടെ ഞാൻ പറയുവാണെങ്കിൽ കൃത്യമായ ആസൂത്രണം ഇല്ലാതെ വീട്ടിൽ വിവാഹങ്ങൾ നടത്തുന്നത്, അതുപോലെ വീട് പണി നടത്തുന്നത്, മറ്റുള്ള ആവശ്യങ്ങളൊക്കെ നടത്തുന്നത്, വർഷങ്ങൾ കൊണ്ട് സമ്പാദ്യമൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരു ആവശ്യത്തിന് കടം മേടിച്ചൊക്കെ നടത്തുമ്പോഴും നമുക്ക് കടം വരാം. ഇങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിൽ കടങ്ങൾ വരുന്നത്. ഇനി നമ്മൾ ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ഏത് സ്വഭാവം കൊണ്ടാണ് കടം വരുന്നതെന്ന് നോക്കാട്ടോ. ചില ആളുകളെ കുറച്ച് സഹാനുഭൂതി കൂടുതലുള്ളവരായിരിക്കും. മറ്റുള്ളവരുടെ വിഷമങ്ങളും ഇല്ലായ്മകളും ഒക്കെ പറയുമ്പോൾ വാരിക്കോരി കടം കൊടുക്കും. പക്ഷെ അങ്ങനെ സഹാനുഭൂതി കാണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാനൊന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവര്, അയൽവാസികൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിൽ തന്നെ സാമ്പത്തികം കുറഞ്ഞവരൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ അവരൊരു ചെറിയ പ്രതീക്ഷ വെച്ചിട്ടായിരിക്കുമല്ലോ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെറിയ എമൗണ്ടുകൾ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരെ സഹായിക്കണം. എന്നാൽ സൂക്ഷിക്കേണ്ടത്, നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പരിചയത്തിലുള്ള ആരെങ്കിലും വന്നിട്ട് അവരുടെയൊക്കെ ഒരു മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക്, വിവാഹ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുടെ വീട്ടുപണി കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ മറ്റുള്ള ആർഭാടങ്ങൾക്ക്, അവരുടെ ബിസിനസ്സിലേക്ക് ഇറക്കാനൊക്കെ ആയിട്ട് നമ്മളോട് പണം കടം ചോദിക്കുമ്പോൾ, വലിയ തുകയാണെങ്കിൽ ലക്ഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക ഭദ്രത അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ തകർന്നു പോയേക്കാമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു കടത്തിൽ ആയേക്കാമെങ്കിലൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം അത് കൊടുക്കുവാനായിട്ട്. അത് കൃത്യമായിട്ട് തിരിച്ചു കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുവാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് വെറുതെ നമ്മൾ കടക്കെണിയിലാവുകയും ചെയ്യും. പിന്നെ ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് ഉണ്ടായേക്കാവുന്ന ഒരു ദോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാളെ അവരുമായിട്ടുള്ള ബന്ധം വഷളാകും എന്നുള്ള കാര്യത്തിൽ തെറ്റില്ല. ഒരു 10ൽ 8 പേരും അങ്ങനെ തന്നെയായിരിക്കും.
പിന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഒന്ന് രണ്ട് പേരൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്മരണയുള്ളവര്, നന്ദിയുള്ളവര്, ഇല്ലെങ്കിൽ അവരുടെ കിടപ്പാടം വിറ്റിട്ടാണെങ്കിലും അവർ ഇറന്നിട്ടാണെങ്കിലും അത് തിരിച്ച് കൃത്യസമയത്തൊക്കെ കൊണ്ടേ തരുന്നവര് ഒരു 10ൽ 1 or 2 പേരൊക്കെയേ കാണുകയുള്ളൂ. അപ്പൊ എല്ലാവർക്കും അങ്ങോട്ട് വാങ്ങിച്ചെടുക്കുവാനുള്ള ഒരു ഉത്സാഹം മാത്രമേ ഉണ്ടാവുള്ളൂ. തിരിച്ച് ചോദിക്കുമ്പോൾ അവർക്കത് തിരിച്ചു തരുവാനായിട്ടുള്ള ഉത്സാഹം കാണില്ല. അവർ അവധി നീട്ടി പറയും. അങ്ങനെ അവധി നീട്ടി പറയുമ്പോൾ നമ്മൾ പിന്നെയും ഈ പറയുന്ന അവധിക്ക് അവരെ വിളിച്ച് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചോദിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നമ്മളോട് നീരസം തോന്നും. നമുക്ക് പൈസ കിട്ടുകയുമില്ല, ഒരു ശത്രുവിനെ കൂടി കിട്ടും. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾക്ക് കടം വരണമെങ്കിൽ നമ്മൾ എത്ര നല്ലതായിട്ട് ജീവിച്ചാലും നമ്മുടെ ഈ ഒരു ചിന്തയുണ്ടല്ലോ, മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു ചിന്ത, നമ്മുടെ ഒരു ശീലം, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആ കരുണ എന്ന വികാരം, അത് ബുദ്ധിപൂർവം വിനിയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കടക്കെണിയിലായേക്കാം. അങ്ങനെ മറ്റുള്ളവരെ സഹായിച്ച് കടബാധ്യതയിൽപ്പെട്ട് സ്വന്തം വീടും കിടപ്പാടും എല്ലാം പോയ ഒരുപാട് പേരുണ്ട് കേട്ടോ. കുറെ പേരെയൊക്കെ എനിക്ക് അറിയുകയും ചെയ്യാം മറ്റുള്ളവരെ സഹായിച്ചിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചില സ്ഥാപനങ്ങളിലുള്ളവർക്ക് പറ്റുന്നതാണ്. സ്ഥാപനം നടത്തിപ്പുകാര്, കട മുതലാളിമാര്, എന്തെങ്കിലും ഇതിന്റെ ഉടമസ്ഥർക്ക് പറ്റുന്ന കാര്യമാണ്. അവരുടെ സ്റ്റാഫായിട്ട് വരുന്നവര് നല്ല മികച്ച സേവനമൊക്കെ കാഴ്ചവെച്ച് നല്ല ആത്മാർത്ഥമായിട്ടൊക്കെ പെരുമാറി ഇവരെ പറ്റിച്ചോണ്ട് പോകുന്നേ. എന്നെയും പറ്റിച്ചോണ്ട് പോയിട്ടുണ്ട്. എന്റെയും ചെറിയ കട നടത്തിക്കൊണ്ടിരുന്നപ്പോ എന്നെ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്, അതുപോലെ അവരുടെ മക്കൾക്ക് അസുഖമൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് കൈവായ്പയൊക്കെ ആയിട്ട് ചെറിയ എമൗണ്ടുകളൊക്കെ വാങ്ങിച്ചിട്ട് എന്നെ പറ്റിച്ചോണ്ട് പോയിട്ടുണ്ട്. അത് പിന്നെ ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഒരു കൊച്ചു കടയൊക്കെ ആയിരുന്നത് കൊണ്ട് പിന്നെ അവസാനമൊക്കെ ആയപ്പോ ഞാൻ അധികം ആൾക്ക് കടം കൊടുക്കാതെയൊക്കെ സൂക്ഷിച്ചത് കൊണ്ട് ഒരു 15,000 20,000 രൂപയൊക്കെ എനിക്ക് കിട്ടാനുണ്ട്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാമ്പത്തിക ഭദ്രതയെ തൊടാതെ അങ്ങ് പോയി, വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷെ അതൊക്കെ ലക്ഷങ്ങൾ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലോ. ഒരുപാട് പേര് വന്ന് ചോദിച്ചിട്ടുണ്ട്, തരുവോ, ഞാൻ പിന്നെ അങ്ങ് തരാം, എന്തെങ്കിലുമൊക്കെ അതിന് ഉറപ്പ് തരാം, പലിശയ്ക്ക് തരുമോ എന്നൊക്കെ വന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമ്മളത് നോ പറഞ്ഞ് മാറിപ്പോയത് കൊണ്ട് വലിയ അപകടമൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പൊ ഈ നോ പറയേണ്ടിടത്തൊക്കെ നമ്മൾ നോ പറയണം, എന്തെങ്കിലുമൊക്കെ ഒഴിവൊഴിവുകളൊക്കെ പറഞ്ഞ് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ കയ്യിൽ അധികം പൈസയൊക്കെ വരുമ്പോൾ പിന്നെ മറ്റുള്ളവരെ സഹായിക്കാതിരിക്കാനായിട്ടൊരു ട്രിക്ക് ഉണ്ട്. മറ്റുള്ളവർ വന്ന് ചോദിച്ചാൽ പോലും നമുക്ക് സഹായിക്കാതിരിക്കാനായിട്ടൊരു ട്രിക്ക് ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടോ. അപ്പൊ ഇന്ന് പറഞ്ഞത് നമ്മുടെ ഇങ്ങനെയുള്ള കരുണ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് നമുക്ക് കടം വരുന്നതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? ഇത് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് ആരെയും സഹായിക്കരുതെന്ന്. നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ളവരൊക്കെയാണ് ഈ സഹായിക്കണം. ഈ പൈസ ഇങ്ങനെ മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടുത്തുമ്പോഴൊക്കെയാണ് നല്ലത്. പക്ഷെ നമ്മുടെ എന്താ പറയാ, നമ്മൾ നിൽക്കുന്നിടം താന്നു പോകുന്ന രീതിയിൽ, നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലൊന്നും നമ്മൾ ആർക്കും ആർക്കൊരു കടം കൊടുക്കരുത്. പിന്നെ വെറുതെ കിട്ടിയ പൈസ ഒക്കെ കുറെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കുറെ പൈസ അധികം ഇരിപ്പുണ്ട്, നമുക്ക് ആവശ്യത്തിൽ കവിഞ്ഞൊക്കെ എന്തെങ്കിലും കൊടുക്കുന്നേ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. അല്ലാതെ നമ്മുടെയൊക്കെ ഭർത്താവ് കഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന പണം, അധ്വാനിച്ചു കൊണ്ടുവരുന്ന പണം നമ്മുടെ ഒരു ആവശ്യത്തിനായിട്ട് നമ്മൾ എടുത്തു വെച്ചു, നാളെ ഒരു ആവശ്യത്തിന് എടുത്തു വെച്ചിട്ട് അത് ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ വാരിക്കോരി കൊടുത്ത് നമ്മളും കൂടെ പിന്നെ നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ കടം വാങ്ങിച്ച് കടക്കെണിയിലാവേണ്ടി വരരുത് കേട്ടോ. ഇന്നത്തെ കാലത്തൊക്കെ എപ്പോഴാ ആർക്ക് എന്തൊക്കെ അസുഖങ്ങളാ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ കുറച്ച് എമർജൻസി ഫണ്ടൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ 2 വ്യക്തികള് എമർജൻസി ഫണ്ടൊക്കെ സേവ് ചെയ്തത് കൊണ്ട് വലിയ അടി പോവാതെ അവരൊരു ജീവിതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നീട് പല പല വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം. ഇപ്പൊ അധികം വീഡിയോ ചെയ്യാത്തതിന്റെ കാര്യം എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടയൊക്കെ നിർത്തി ഞാനൊന്ന് സ്വസ്ഥമായതാട്ടോ. പക്ഷെ അപ്പോഴേക്കും അമ്മച്ചിക്ക് വയ്യാതെ ആയിരുന്നല്ലോ. അപ്പൊ അമ്മച്ചി ഒന്ന് എടുത്ത് നോക്കി, എനിക്ക് നടുവിനും വയ്യാതെ ആയതുകൊണ്ട് ഞാനിപ്പോ ഒരു ട്രീറ്റ്മെന്റിൽ ഇരിക്കുവാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് എണ്ണ കിഴി കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പൊ ഞാൻ അതുകൊണ്ട് കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ കുറച്ച് കുറഞ്ഞത്. പക്ഷെ സജീവമായിട്ട് ഇതിൽ തന്നെ തുടരണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുമല്ലോ. അപ്പൊ ഞാന് നമ്മുടെ ഈ സ്ത്രീകളെ എല്ലാം കൂട്ടിക്കൊണ്ട്, നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളെയും കൂട്ടിക്കൊണ്ട് ഒരു റീസെല്ലിംഗ് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് ഡ്രസ്സുകൾ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാം. ഇത് റീസെല്ലിംഗ് ചെയ്തില്ലെങ്കിലും ഇത് കാണുന്ന ആർക്ക് വേണമെങ്കിലും ഡ്രസ്സുകൾ വാങ്ങിക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സില്ലേ, ഇതിന്റെ ഫോട്ടോ കൊടുത്തേക്കാം. ഇതൊക്കെ നമുക്ക് അധികം വിലയില്ലാതെ കിട്ടുന്ന ജയ്പൂർ കോട്ടൺ കുർത്തീസ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് വെയർ ചെയ്യാൻ നല്ലതാണ്. തണുപ്പ് കാലമായാലും വേനൽക്കാലം ആയാലും നമുക്ക് വെയർ ചെയ്യാൻ നല്ല സുഖമുള്ള മെറ്റീരിയലുകളാണ് കേട്ടോ. അപ്പൊ നേരിട്ട് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് വേണമെന്നുള്ളവര് എനിക്ക് വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ആ റീസെല്ലിംഗ് ഗ്രൂപ്പിലേക്ക്
ചേർക്കാം. അപ്പൊ അതിലൂടെ വരുന്ന ഏതെങ്കിലും ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.